പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 3-ാമത്തെ അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 3-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നത് ശാപത്തിൽ നിന്നുള്ള വിടുതലാണ്. അതിന് മുന്നോടിയായി 3-ാം അധ്യായം 1-ാമത്തെ തിരുവചന പ്രകാരമാണ്: ദോഷന്മാരായ ഗലാത്യക്കാരെ, യേശു ക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? ഇത് ഡോസറ്റിസം എന്ന് പറയുന്ന ഒരു ഹെരസിക്കെതിരെ പൗലോസ് പറയുന്ന വസ്തുതയാണ്. അതായത് യേശു ക്രിസ്തു കുരിശുമേൽ തൂങ്ങി മരിക്കുന്നു, പക്ഷേ യേശു ദൈവമായതുകൊണ്ട് അവൻ വേദന അനുഭവിക്കുന്നില്ല, പീഡകൾ അനുഭവിക്കുന്നില്ല. അവൻ കുരിശുമേൽ മരിക്കുന്നു, അവൻ വേദനയില്ല, ഒരു വേദനയും അനുഭവിക്കാതെ ക്രിസ്തു കുരിശിൽ മരിക്കുന്നു എന്നുള്ള ഒരു പഠനം അവിടേക്ക് കടന്നു വരികയാണ്. യേശു ദൈവമാണല്ലോ, അതുകൊണ്ട് യേശുവിന് വേദന അനുഭവിക്കില്ലല്ലോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ പീഡകൾ സഹിച്ചു കുരിശിന് മരിച്ചു എന്ന് വ്യക്തമായി പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തു മനുഷ്യനായി തന്നെയാണ് കുരിശിൽ തൂങ്ങി മരിക്കുന്നത്, അവരെ കൊല്ലുന്നത്. അപ്പോൾ ആ വേദന കർത്താവ് അനുഭവിക്കുന്നുണ്ട്, പീഡാസഹനം കർത്താവ് അനുഭവിക്കുന്നുണ്ട്. മനുഷ്യ ശരീരത്തിൽ അനുഭവിക്കുന്ന സകല വേദനകളും ക്രിസ്തു തന്റെ ശരീരത്തിൽ അനുഭവിക്കുന്നുണ്ട്. കാരണം ക്രിസ്തു ഒരേ സമയം ദൈവവും മനുഷ്യനുമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ കുരിശുമരണമാണ് നമ്മുടെ രക്ഷയ്ക്ക് അടിസ്ഥാനം എന്നതിൽ പറയുന്നതിന് കാരണം അവന്റെ സഹനത്തിലൂടെ, അവന്റെ മരണത്തിലൂടെയാണ് നാം പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്നും സഹനത്തിൽ നിന്നും നാം രക്ഷ പ്രാപിക്കുന്നത്, നരകത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നത് എന്നുള്ള കാര്യമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതെന്തിനാണെന്നുള്ള കാര്യമാണ് 3-ാം അധ്യായത്തിലെ അടുത്ത ഭാഗങ്ങളിൽ പറയുന്നത്. ദൈവം അബ്രാഹത്തിനൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്, ഒരു അനുഗ്രഹം നൽകിയിട്ടുണ്ട്. അത് അബ്രാഹാം വിശ്വാസത്തിലൂടെ പ്രാപിച്ചതാണ്, നിയമാനുഷ്ഠാനത്തിലൂടെ പ്രാപിച്ചതല്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുത കൂടി ഇനി പറയാൻ പോകുന്നത്, ശ്രദ്ധിക്കണമേ. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം എന്താണ്? അബ്രാഹത്തോട് ദൈവം പറഞ്ഞിരിക്കുക, നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, നിന്നെ ശപിക്കുന്നവർ ശപിക്കപ്പെടും. ഇതാണ് ദൈവം അബ്രാഹത്തിന് കൊടുത്തിരിക്കുന്ന അനുഗ്രഹം. ഈ അനുഗ്രഹം അബ്രാഹത്തിന്റെ മക്കൾ എന്ന നിലയിൽ ക്രിസ്തുവിനോട് നമുക്ക് ലഭിക്കുകയാണ്. നമുക്ക് എന്താണ് ലഭിച്ചിരിക്കുന്നത്? നാം ക്രിസ്ത്യാനി എന്ന നിലയിൽ, അബ്രാഹത്തിന്റെ മക്കൾ എന്ന നിലയിൽ തീർച്ചയായും നമ്മെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, നമ്മെ ശപിക്കുന്നവർ ശപിക്കപ്പെടും. ഇതാണ് വസ്തുത. അപ്പോൾ ഈ ഒരു വസ്തുത, അതായത് ഈ ഒരു അനുഗ്രഹം, അബ്രാഹത്തിന് ലഭിച്ച ഈ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ ക്രിസ്തുവിനോട് നമ്മൾ ഐക്യപ്പെടണം എന്നുള്ള വസ്തുതയാണ് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു അനുഗ്രഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മറ്റു മതങ്ങളിൽ ഇല്ലാത്തതും ക്രിസ്തു മതത്തിൽ ഉള്ളതുമായ ഒരു പ്രത്യേകതയാണ് ശാപത്തിൽ നിന്നുള്ള വിടുതൽ. നിങ്ങൾ പ്രത്യേകിച്ച് മറ്റു മതക്കാരോട് ചോദിച്ചു നോക്കൂ. ഹിന്ദു മതത്തിലായാലും ഇസ്ലാം മതത്തിലായാലും അവർ ശാപത്തിന് പ്രാക്ക് എന്നൊക്കെ പറയും അവര്, അല്ലെങ്കിൽ കണ്ണു തട്ടുക എന്നൊരു വിഷയമൊക്കെ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് കണ്ണു തട്ടുകയോ ശപിക്കപ്പെടുകയോ ചെയ്താൽ അത് അവരുടെ ജീവിതത്തിൽ ഭവിക്കും എന്നുള്ളതാണ് ആ വിശ്വാസം കിടക്കുന്നത്. അതിനാണ് ശാപം എന്ന് പറയുന്നത്. എന്നാൽ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിന്റെ കുരിശുമരണത്തിൽ ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു ശാപം നമ്മുടെ മേൽ ഭവിക്കുകയില്ല. കാരണം അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അബ്രാഹത്തെ ശപിക്കുന്നവരാണ് ശപിക്കപ്പെടുക, അബ്രാഹത്തിന് ശാപം ഏൽക്കുകയില്ല. നാം ക്രിസ്ത്യാനികളാകുമ്പോൾ അബ്രാഹവുമായി നമുക്ക് ലഭിക്കുന്ന ബന്ധം ഇതാണ്. അബ്രാഹത്തിന് ലഭിച്ച അതേ അനുഗ്രഹം, അതായത് നമ്മെ ശപിക്കുന്നവർ ശപിക്കപ്പെടും, നമ്മെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. പലരും ക്രിസ്ത്യാനികളായ വ്യക്തികളെ ശപിച്ചിട്ട് ഈ ശാപം സ്വയം ഏറ്റുവാങ്ങി പോയി കഥകളൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരൻ, നമ്മൾ ശ്രദ്ധിക്കണം. നാം ഒരു ക്രിസ്ത്യാനിയാണെങ്കിലും മറ്റൊരു ക്രിസ്ത്യാനിയെ ഞാൻ ശപിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് അഭിഷേകത്തിലുള്ള ഒരു വ്യക്തിയെ നമ്മൾ ശപിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ശാപം നമ്മുടെ മേൽ ഭവിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാക്കുണ്ട് അല്ലെങ്കിൽ കണ്ണു തട്ടിയിട്ടുണ്ടെന്നൊക്കെ വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസം ഉപേക്ഷിച്ച് കളയുക. കാരണം ആരെങ്കിലും നിങ്ങളെ ശപിക്കുകയാണെങ്കിൽ, ആരെങ്കിലും നിങ്ങൾക്ക് കണ്ണു തട്ടുകയാണെങ്കിൽ നിങ്ങൾക്കല്ല വഹിക്കുക, പറഞ്ഞ വ്യക്തിക്കാണ് വഹിക്കുക എന്നുള്ള വസ്തുതയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഈ അനുഗ്രഹം എങ്ങനെയാണ് നമുക്ക് ലഭിച്ചത്? മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ് എന്നാണ് തിരുവെഴുത്ത്. അപ്പൊ നാം ഓരോരുത്തരും ശപിക്കപ്പെട്ടവരാണ്. ആ ശാപം നമ്മിൽ നിന്ന് ഏറ്റെടുക്കുന്നതിന് വേണ്ടി ക്രിസ്തു
മരത്തിൽ തൂക്കപ്പെട്ടുകൊണ്ട് ശാപം ഏറ്റെടുത്തു. കുരിശുമേൽ തൂക്കപ്പെട്ടുകൊണ്ട് ശാപം ഏറ്റെടുത്തു. മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ് എന്നുള്ള വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിന്റെ കുരിശു മരണത്തിൽ സകല ശാപങ്ങളും യേശു ഏറ്റെടുത്തു. കർത്താവ് കുരിശിൽ കിടന്നത് ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ടാണ്. അപ്പോൾ ഏത് ശാപം? കർത്താവിന്റെ മേലൊരു ശാപവുമില്ല. അതുകൊണ്ട് നമ്മുടെ ശാപത്തെ ക്രിസ്തു ഏറ്റെടുക്കുകയാണ് കുരിശു മരണത്തിലൂടെ ചെയ്തിരിക്കുന്നത് എന്നുള്ള വസ്തുതയാണ് പൗലോസ് പറയുന്നത്. ആ വചനഭാഗം വായിക്കാം. 9-ാമത്തെ വാക്യം. ആകയാൽ വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. നിയമാനുഷ്ഠാനത്തിൽ ആശ്രമം അനുഭവിക്കുന്ന എല്ലാവരും ശാപത്തിന് വിധേയരാണ്. 13-ാമത്തെ വാക്യം. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. അബ്രാഹത്തിൽ ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി വിജാതീയരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹത്തെ പറ്റി പറയുന്നത്. ഇനി നിയമവും വാഗ്ദാനം എന്ന പാരഗ്രാഫ് ഇപ്രകാരം പറയുകയാണ്. അബ്രാഹത്തിന് വാഗ്ദാനം ലഭിച്ചത് അബ്രാഹം ചെയ്ത എന്തെങ്കിലും പ്രവൃത്തിയുടെ ഫലമാണോ? അല്ല. പിന്നെയോ അബ്രാഹം വിശ്വസിച്ചു, വിശ്വാസം അവന് നീതിയായി ഭവിച്ചു. അതുകൊണ്ടാണ് അവന് വാഗ്ദാനം ലഭിച്ചിരിക്കുന്നത്. എന്താണ് വാഗ്ദാനം? ആ വാഗ്ദാനം ഇതാണ്: അവന്റെ സന്തതിയിലൂടെ സകലരും ഭൂമുഖ മുഴുവൻ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണ് നിയമം നൽകിയിരിക്കുന്നത് പൗലോസ് പറയുക? നിയമം നൽകിയിരിക്കുന്നത് ഈ സന്തതി വരുന്നത് വരെ അവർ എപ്രകാരമാണ് ദൈവത്തോടൊപ്പം ജീവിക്കേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് അതിലേക്ക് അവരെ സഹായിക്കുന്ന ഘടകമാണ് നിയമം, 10 പ്രമാണങ്ങൾ അല്ലെങ്കിൽ നിയമാനുഷ്ഠാനങ്ങൾ എന്ന് പൗലോസ് ഇവിടെ വളരെ വ്യക്തമായി പറയുകയാണ്. 19-ാമത്തെ തിരുവചനം. വാഗ്ദാനം സിദ്ധിച്ചവനെ സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു. ദൈവദൂതന്മാർ വഴി ഒരു മധ്യവർത്തിയിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടു. ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ മധ്യവർത്തി വേണ്ടു, എന്നാൽ ദൈവം ഏകനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് സന്തതി വരുന്നത് വരെ, ക്രിസ്തു കടന്നു വരുന്നത് വരെ പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട്, കൽപ്പന നൽകിക്കൊണ്ട്, പാപമുള്ളത് കൊണ്ട് അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നിയമം അനുഷ്ഠിച്ച് ജീവിക്കുവാനായിട്ട് പഠിപ്പിക്കുക. എന്നാൽ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമായുള്ള നിയമം അവന് ഭരിക്കുകയും ചെയ്യും. അതാണ് പറയുന്നത്. അടുത്ത പാരാഗ്രാഫിൽ അതാണ് പറയുന്നത്. നിയമത്തിന്റെ ഉദ്ദേശം എന്താണ് പറയുന്നത്? ഒരു വചനം വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. 21-ാമത്തെ വാക്യം. അങ്ങനെയെങ്കിൽ നിയമം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണോ? ഒരിക്കലുമല്ല. എന്തെന്നാൽ ജീവദായകമായ ഒരു നിയമം നിലവിൽ ഉണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാക്കുമായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു. അപ്പോൾ നിയമം വഴി നീതീകരിക്കാൻ സാധ്യമല്ല. എല്ലാവരും പാപത്തിന് അധീനരാണ്. നിയമം ഉണ്ടായാലും പാപം എല്ലാവരെയും അധീനപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനോട് മാത്രമേ ഈ ഒരു നീതീകരണം സാധ്യമാകൂ എന്നുള്ള വസ്തുതയാണ് പൗലോസ് പറയുന്നത്. എന്നിട്ട് എന്താണ് പുത്രത്വവും അവകാശവും? അതാണ് അടുത്ത പാരഗ്രാഫ്. എന്താണ് ഈ പുത്രത്വവും അവകാശം എന്ന് പറയുക? ബൈബിളിലെ ഏറ്റവും നല്ലൊരു സുവർണമായ ഒരു വാക്യമാണ് വായിക്കാൻ പോകുന്നത്. 3-ാം അധ്യായം 28-ാമത്തെ വചനം. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങൾ എല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന തത്വചിന്ത എന്ന് പറയുന്നത്. ലോകം മുഴുവൻ ഈ 2 ഗ്യാങ്ങിനെ നിൽക്കുക. ഒന്നെങ്കിൽ സ്ത്രീയുടെ പക്ഷം അല്ലെങ്കിൽ പുരുഷന്റെ പക്ഷം, ഒന്നെങ്കിൽ അടിമത്തത്തിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ, ഇന്നത്തെ ഭാഷയിൽ കമ്മ്യൂണിസം, പഴയകാലത്തിന്റെ അടിമത്തം, അല്ലെങ്കിൽ ഉടമയുടെ ഭൂഷാസികൾ അല്ലെങ്കിൽ മുതലാളിത്തത്തിന്റെ, അതുമല്ലെങ്കിൽ യഹൂദന്റെയും യവനന്റെയും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ബ്രാഹ്മണന്റെയും താഴ്ന്ന ശ്രൂത വർഗക്കാരുടെയും. അപ്പോൾ എന്താണ് പറയുന്നത്? 2 തരത്തിലുള്ള ജാതികൾ, 2 തരത്തിലുള്ള വിഭാഗങ്ങളുണ്ട് ലോകത്ത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത എല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. സ്ത്രീയും പുരുഷനും ഒന്നാണ്, തുല്യരാണ്. യഹൂദനും യവനനും തുല്യരാണ്, അടിമയും ഉടമയും തുല്യരാണ്. ഇതാണ് ക്രിസ്ത്യാനിറ്റി അടിസ്ഥാന തത്വം. ആ അടിസ്ഥാന തത്വത്തിന് കാരണം എന്താ? പുത്രത്വമാണ്. അതായത് പിതാവായ ദൈവം, എല്ലാവരും മക്കൾ,
അതുകൊണ്ട് നമ്മളെല്ലാം സഹോദരി സഹോദരങ്ങൾ, പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെല്ലാം തുല്യരാണ്. അതാണ് യേശു ക്രിസ്തുവിൽ ഒന്നാണ്. ഇതാണ് സുവിശേഷത്തിന്റെ കാതൽ. ഇതാണ് ലോകത്തോട് ക്രിസ്ത്യാനിക്ക് പറയാനുള്ളത്. ഇതാണ് സുവിശേഷ പ്രസംഗത്തിന്റെ അടിസ്ഥാന തത്വം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഈ ഒരു വസ്തുത പറയുകയാണ്. അങ്ങനെ ക്രിസ്തു നാം ഒന്നാണ്. അത് എപ്രകാരമാണ്? നിങ്ങൾ ക്രിസ്തുവിനുള്ളവരെങ്കിൽ അബ്രാഹാമിന്റെ സന്തതികളാണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ്. പ്രൈസ് ദി ലോർഡ്. 4-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും, കാലസമ്പൂർണത വന്നപ്പോൾ രക്ഷാ രഹസ്യം പറയുന്നത്, കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയിൽ നിന്ന് ക്രിസ്തു ജാതനായി നമ്മെ, അതാണ് അബ്രാഹത്തിന് കൊടുത്തിരിക്കുന്ന സന്തതിയുടെ ആ വാഗ്ദാനം. അബ്രാഹത്തിന്റെ സന്തതി എന്ന് പറയുന്നത് ക്രിസ്തുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവിലൂടെ സകല മനുഷ്യനും, യഹൂദനായാലും യവനനായാലും, മേൽജാതിക്കാരനായാലും കീഴ്ജാതിക്കാരനായാലും, സ്ത്രീയായാലും പുരുഷനായാലും, അടിമയായാലും ഉടമയായാലും, സകല മനുഷ്യരുടെയും അവകാശം എന്ന് പറയുന്നതാണ് 4-ാം അധ്യായം 6-ാം വാക്യം. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവികതമനുസരിച്ച് അവകാശിയുമാണ്. ഈ അവകാശം പറയുന്നത് 4-ാം അധ്യായത്തിൽ ഹാഗാറും സാറയും എന്ന് പറയുന്ന 2 കഥാപാത്രങ്ങൾ എടുത്ത് കാണിക്കുക. അബ്രാഹത്തിന്റെ ഒരു ഭാര്യയാണ് സാറ. സാറായുടെ ദാസിയാണ് ഹാഗാർ. ഹാഗാറിൽ അബ്രാഹത്തിന് മകൻ ജനിക്കുന്നു, ഇസ്മായേൽ. സാറായിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു, അത് ഇസ്ഹാക്ക്. അപ്പൊ ഹാഗാറിൽ ജനിച്ച ഇസ്മായേൽ അടിമത്തത്തിന്റെ പ്രതീകവും, സാറായിൽ ജനിച്ച ഇസ്ഹാക്ക് പുത്രന്റെ പ്രതീകവും. അബ്രാഹത്തിന്റെ അവകാശിയാരാണ്? ഇസ്ഹാക്കാണ്. അബ്രാഹത്തിന് അടിമയാണ് ഇസ്മായിൽ കടന്നു വരുന്നത്, അടിമയിലുള്ള മകൻ. അപ്പോൾ ഇവിടെ പറയുകയാണ്, അടിമ എന്ത് ചെയ്യും? തൻ്റെ ഉടമയെ അനുസരിക്കും. അനുസരണം വഴിയാണ് രക്ഷ പ്രാപിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ പുത്രൻ എന്ത് ചെയ്യും? അവൻ തൻ്റെ രക്ഷയെ അവകാശമായി സ്വീകരിക്കും, പിതാവിൽ നിന്നുള്ള അവകാശമായി സ്വീകരിക്കും. അവനാണ് കൂടുതൽ ലഭിക്കുന്നത്. അപ്പോൾ അവൻ അനുസരണം വഴിയല്ല, അനുസരണം അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതായത് അവന് പിതാവുമായുള്ള ബന്ധത്തിൽ പുത്രൻ എന്ന അവകാശത്താലാണ് അവൻ അനുസരണം കിടക്കുന്നതെങ്കിൽ, അടിമയുടെ അനുസരണം എന്താ? അത് നിയമം വഴി എന്ത് പറഞ്ഞോ അതനുസരിക്കാം എന്ന് പറയുന്ന അടിമത്തത്തിന്റെ മുഖമാണ്. അപ്പൊ ഇത് പൗലോസ് പറയുകയാണ്, അറേബ്യയിലെ സീനായി മലയാണ് ജെറുസലേം. യഹൂദന്മാരെ പറ്റി പറയുന്നത്. യഹൂദന്മാർ നിയമം അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ അബ്രാഹത്തിന്റെ സന്തതിയിൽ പെടുന്നില്ല. പകരം ഹാഗാറിന്റെ സന്തതിയായ ഇസ്മായേലിന്റെ പരമ്പരയിൽ യഹൂദന്മാർ പെടുന്നു. കാരണം അവർ അടിമത്തമാണ് ആഗ്രഹിക്കുന്നത്, നിയമാനുഷ്ഠാനമാണ് ആഗ്രഹിക്കുന്നത്, പ്രവൃത്തിയാലുള്ള രക്ഷയാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മൾ ക്രിസ്ത്യാനികൾ, അതായത് സാറായുടെ മകനായ ഇസ്ഹാക്ക് അവകാശം പ്രാപിച്ചതുപോലെ യേശു ക്രിസ്തുവിലൂടെ അവകാശം പ്രാപിച്ചുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ ആബാ പിതാവ് എന്ന് വിളിക്കുന്നത്. ഈ അവകാശം വഴി നമുക്ക് പാപം ചെയ്യാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവിൽ നാം വന്നിരിക്കുന്നു. അപ്പോൾ നാം ദൈവത്തെ അനുസരിക്കുന്നത് നിയമാനുഷ്ഠാനത്താലല്ല, പുത്രത്വം എന്ന അവകാശത്താലാണ്. യഹൂദ ദൈവത്തെ അന്വേഷിക്കുന്നത് നിയമാനുഷ്ഠാനത്താലാണ്, പുത്രത്വം എന്ന അവകാശത്താലല്ല എന്നുള്ള കാര്യമാണ് ഹാഗാറും സാറയും എന്ന ബിംബത്തിലൂടെ പൗലോസ്ലീഹ വരച്ചു കാണിക്കുന്നത്. നമുക്ക് ക്രിസ്തുവിന്റെ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ സ്വർഗീയ പിതാവ് ആബാ പിതാവ് എന്ന് വിളിക്കാനുള്ള വലിയൊരു കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.